ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോളിഫ്ലവറിനെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അര സ്പൂണ് മഞ്ഞൾ, പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം നമുക്ക് കുതിർത്ത് വെക്കണം. ഇതിന് ശേഷം ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 സ്പൂണ് കടലപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 സ്പൂണ് സോയാ സോസാണ്, പിന്നെ ഒരു അര സ്പൂണ് കുരുമുളക് പൊടി, ഒരല്പം ഉപ്പ്. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഫുഡ് കളറൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അത്ര വരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നോക്കാം. നമ്മുടെ മാവ് ഇപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കണം. എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനെക്കാട്ടും കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ലൂസ് ആകരുത് മാവ്. ഇനി നമുക്കിവിടെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിപ്പം അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ നമ്മൾ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെളിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചൂടായതിന് ശേഷം കോളിഫ്ലവർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അധികം ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഇതെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ട സോസ് റെഡിയാക്കാൻ നോക്കാം. ഇപ്പം ഞാനിവിടെ 2 സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഇഞ്ചി. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റാണ്. ഞാനിപ്പം അതൊരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമ്മളിപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ തന്നെ ഗ്രീനാണ്. ഇതും 1 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോസ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഒരു ഉള്ളി എടുത്ത് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാത്ത ഒരു അര കഷ്ണം ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇപ്പോൾ ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആവശ്യമുള്ളത് 3 സ്പൂണോളം സോയാ സോസാണ്. ഇതെല്ലാം ചെയ്യുമ്പം ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ വേണ്ടത് ഒരു 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തത് വേണ്ടത് 1 സ്പൂണ് വിനീഗറാണ്. അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു സ്പൂണ് ചില്ലി സോസാണ്. ഇതെല്ലാം നിങ്ങൾ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് സ്പൈസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 സ്പൂണ് ചില്ലി സോസ് എടുത്തോളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ സോസിൻ്റെ ഉപ്പ് വരുമെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവീൻ്റെ കൺസിസ്റ്റൻസിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂണ് കോൺഫ്ലവറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കുറച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സോസ് റെഡിയായി വരുന്നുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ കോളിഫ്ലവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്നിപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഗ്രേവി ഇരുന്നോട്ടെ. ഇനി ഇവിടെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവർ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. സോസ് എല്ലാം കോളിഫ്ലവറിലേക്ക് മിക്സായി എന്ന് കാണുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അത് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് സ്മൂത്ത് ആയിക്കോട്ടെ. നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ കളറും കൂടി ഇട്ടിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊണ്ടുവരാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.